കൊച്ചി കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാൻ ധാരണ. ഒരു ടേം ഡെപ്യൂട്ടി മേയർഷിപ്പ് നൽകാൻ ധാരണയായെന്നും തർക്കം അവസാനിച്ചെന്നും ലീഗ് നേതാവ് മുഹമ്മദ് ഷാ പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. ഒരു വർഷ കാലയളവിൽ ടി കെ അഷ്റഫാകും ഡെപ്യൂട്ടി മേയറാകുക. എം കെ ഷുക്കൂർ ഉണ്ട്. കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ഒരു ടേം ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട തർക്കം അവസാനിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രതിപക്ഷ ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസ്ഥാന UDF നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും ഒരു വർഷം ടേം ഐക്യജനാധിപത്യ മുന്നണി കൊച്ചിൻ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എം കെ ഷുക്കൂർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷുക്കൂർ, ഇന്നലെ കൊച്ചി മേയർ സ്ഥാനത്തിനുള്ള തർക്കത്തിന് പിന്നാലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിലും തർക്കവുമായി വന്നത് നമ്മൾ കണ്ടതാണ്. DCCയുടെ നിലപാട് ഏകപക്ഷീയമാണ് എന്നും ചർച്ച ചെയ്യുന്നതിന് മുന്നേയുള്ള തീരുമാനം ശരിയായില്ല എന്നുമെല്ലാം ലീഗ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് തീരുമാനമായത്? ഡെപ്യൂട്ടി മേയർ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് UDFനോട് നിസ്സഹകരണം പ്രഖ്യാപിച്ച് മാറി നിന്നതിന് പിറകെ കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഡൊമിനിക് പ്രസന്റേഷനാണ് പ്രധാനമായും മുസ്ലിം ലീഗിലെ ജില്ലാ നേതാക്കളുമായും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമായും രാവിലെ മുതൽ ചർച്ച ആരംഭിച്ചത്. ഈ ചർച്ചയിലാണ് സംസ്ഥാന നേതൃത്വത്തോടെ ഇത്തരത്തിൽ ഒരു ടേമെങ്കിലും നൽകണമെന്നൊരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും UDF കൺവീനർ അടൂർ പ്രകാശും ചർച്ച നടത്തുകയും അങ്ങനെ ഒരു ടേം നൽകാൻ ധാരണയായി. ഏത് ടേം, അതായത് നിലവിൽ ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ആദ്യ വർഷം കോൺഗ്രസുകാരൻ തന്നെ ഡെപ്യൂട്ടി മേയർ ആയിരിക്കും. രണ്ടാം വർഷം മുസ്ലിം ലീഗിലെ TK അഷ്റഫ് ഡെപ്യൂട്ടി മേയർ ആക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച തീരുമാനം, അതായത് ഏത് ടേമിലാണ് മുസ്ലിം ലീഗിന് നൽകുക എന്ന കാര്യത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ നടത്താനാണ് ഇപ്പോഴുള്ള ധാരണ. അതുകൊണ്ട് തന്നെയാണ് വൈകുന്നേരം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ് തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇക്കാര്യം പറഞ്ഞത്. പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ അടൂർ പ്രകാശും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ അവസാന തീരുമാനമായത്. ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വവും ഈ പ്രശ്നം പരിഹരിക്കാൻ രാവിലെ മുതൽ മാരത്തൺ ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഈ തീരുമാനം വന്നത്.